ഇങ്ങനെയാണ് അരവിന്ദ് ശ്രീനിവാസ് പെർപ്ലക്സിറ്റിയെ $18 ബില്യൺ വാല്യുവേഷനുള്ള ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചാറ്റ് ബോട്ടാക്കി മാറ്റിയത്. IIT മദ്രാസിൽ നിന്ന് എഞ്ചിനീയറിംഗും യൂണിവേഴ്സിറ്റി ഓഫ് ബെർക്ലിയിൽ നിന്ന് PhDയും പൂർത്തിയാക്കിയ അരവിന്ദ് ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് എന്നൊരു പ്രൊജക്റ്റിലും അതുപോലെ തന്നെ ഓപ്പൺ ഐയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവിടെ നിന്നാണ് മൂപ്പർക്ക് ഈ ഒരു ചാറ്റ് ബോട്ടൊക്കെ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു സെർച്ച് ബോട്ടൊക്കെ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുന്നത് തന്നെ. അങ്ങനെ ഒരു നല്ലൊരു ടീമിനെയൊക്കെ സെറ്റ് ചെയ്ത് മൂപ്പര് November 7, 2022 പെർപ്ലക്സിറ്റി സ്റ്റാർട്ട് ചെയ്യാണ്. ലോഞ്ച് ചെയ്ത് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പെർപ്ലക്സിറ്റി ബിക്കെയിം എ ഹിറ്റ്. കാരണം ഇതിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ മോർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോർ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഫറൻസിനായിട്ട് മറ്റ് പല വെബ്സൈറ്റ്സിൻ്റെ ലിങ്ക്സും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതാണ്. മാത്രമല്ല മറ്റ് പല AI ബോട്ടുകളെക്കാൾ കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആയ അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയ ഇൻഫർമേഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഈ രണ്ട് ഫീച്ചേഴ്സും സത്യത്തിൽ വളരെയധികം ഉപകാരപ്രദമാകുന്ന രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് പെർപ്ലക്സിറ്റിക്ക് 15 മില്യണിലധികം ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട്. ജെഫ് ബെസോസ് ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ഇപ്പോൾ ഇവർ എയർടെലിനായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ എയർടെൽ യൂസേഴ്സിനും ഫ്രീ ആയിട്ട് പെർപ്ലക്സിറ്റിയുടെ പ്രോ വേർഷൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഐ തിങ്ക് they're actually planning to dominate here. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജെമിനൈനെയും ChatGPT ഒക്കെ കീഴടക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് കിരീടം കയറാനായിട്ട് പെർപ്ലക്സിറ്റിക്ക് കഴിയുമെന്ന്? നിങ്ങൾ പറ കമന്റ് ബോക്സിലൂടെ.